ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ച കൂടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം ശ്രവിച്ച് ഏറ്റവും സന്തോഷത്തിൽ ഈശോയുടെ സന്നിധിയിലായിരിക്കുകയാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ. ഓരോ ആഴ്ചയും ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ഒന്നുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പ്രകാരമാണ് നമ്മൾ കാണുന്നത്: നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നിങ്ങൾക്ക് വിളവെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നന്മയായി ഭവിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയാണ് എങ്കിൽ അതിന് തീർച്ചയായിട്ടും വിളവ് ഉണ്ടാവും, അതിനൊരു ഫലമുണ്ടാവും എന്ന് വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. ഞാൻ നന്മ ചെയ്തിട്ടും മറ്റുള്ളവർ എനിക്ക് ദ്രോഹം ചെയ്തല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത നന്മ ആരും മാനിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ആകുലപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. മറിച്ച് വചനം പഠിപ്പിക്കുന്നു, നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. നമ്മൾ മടുത്ത് പിന്മാറേണ്ട കാര്യമില്ല. മടുത്ത് പിന്മാറാതെ നന്മ ചെയ്യുന്നതിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി നന്മ ചെയ്യുമ്പോൾ യഥാകാലം വിളവെടുപ്പ് സാധ്യമാകും. അതാണ് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരാഴ്ചക്കാലം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു വചനം ശ്രവിക്കാൻ, കൃപയിലായിരിക്കുവാൻ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നിറവും അനുഗ്രഹവും നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ ധാരാളമായിട്ടുണ്ടാവാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വലിയ ദൈവകൃപ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നും അടുത്ത ആഴ്ച കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മെമ്മറി എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ ഒരു കണക്ഷനാണ്. അതൊരിക്കലും മാഞ്ഞു പോയില്ല. ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായോ അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, ഇതൊക്കെ എന്നേക്കുമായി നമ്മൾ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നേക്കുമായി നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, ചില ആളുകൾ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇരുന്ന് ഈ മൊബൈൽ ഫോണിലൂടെ നഗ്നചിത്രങ്ങളൊക്കെ കാണുന്ന സ്വഭാവക്കാരുണ്ട്. അപ്പം അവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടതോടെ ഇപ്പം എന്താ കുഴപ്പം? പക്ഷെ അവരറിയുന്നില്ല, അങ്ങനെ നീ കാണുന്ന വഴി അത് ഒരിക്കലും നിന്റെ തലച്ചോറിൽ നിന്ന് അത് പോയില്ല. ടാറ് പോലെ അതവിടെ പറ്റിപ്പിടിച്ചിരിക്കും, ഒരിക്കലും പോയില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത്, നീ ആരെ കണ്ടാലും നീ ആ വ്യക്തിയെ കാണുകയില്ല. അവരുടെ ചില അവയവങ്ങളായിരിക്കും നീ കാണുക. വ്യക്തിയെ കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് നീ അവയവങ്ങളെ കാണുന്ന വ്യക്തിയായിട്ട് മാറുന്നു. അവയവങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴോ അവയവങ്ങളെ കാണുമ്പോൾ അവയവങ്ങൾ ഉപയോഗിക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാകുക.
വ്യക്തികളെയാണ് നമ്മൾ സ്നേഹിക്കുക, ഓബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കുക ചെയ്യുക. അപ്പോൾ വ്യക്തിയെ കാണാനുള്ള കഴിവ് നശിക്കുകയും അവയവങ്ങൾ കാണുന്ന സ്വഭാവം വളരുകയും ചെയ്യും. അങ്ങനെ നിനക്ക് അപ്പനെ കാണാൻ പറ്റിയാൽ, അമ്മയെ കാണാൻ പറ്റിയാൽ, പെങ്ങളെ കാണാൻ പറ്റിയാൽ, ഭാര്യയെ കാണാൻ പറ്റിയാൽ, ലോകത്തിൽ ഒരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ നിനക്ക് കാണാൻ പറ്റിയാൽ, നീ വ്യക്തികളെ കാണുകയില്ല, നീ കാണുന്നത് ചില അവയവങ്ങൾ മാത്രം. അപ്പൊ അതുവഴി സ്നേഹിക്കുവാനുള്ള കഴിവ് നശിക്കുന്നു, ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വർദ്ധിക്കുന്നു. വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എൻ്റെ പേര് റെജി വർഗീസ് എന്നാണ്. പന്തളത്ത് തുമ്പമ്മൺ എന്ന ദേശത്താണ് താമസിക്കുന്നത്. ഇപ്പം നമ്മുടെ അടിക്കടിക്കായിട്ട് 10-15 ധ്യാനം അടുപ്പിച്ച് കൂടി. ഞാൻ മദ്യപാനത്തിന് അടിമയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അന്തരീക്ഷ ധ്യാനത്തിൽ കൂടിയതിന് ശേഷം മദ്യപാനത്തിൻ്റെ ആസക്തി എന്നിൽ നിന്ന് വിട്ടുമാറി. 9 വർഷമായി ഞാൻ മദ്യപാനം പിന്നെ പൂർണ്ണം തൊട്ടിട്ടില്ല. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പിന്നെ അസാധ്യമായ കാര്യങ്ങൾ ദൈവം എന്നിൽ ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ, കാലവർഷങ്ങളും യുഗങ്ങളും കഴിഞ്ഞ ബാല്യകാലത്തിലുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരുന്നു. അന്തരീക്ഷകാരണം, കാരണം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ കുഞ്ഞുനാളിൽ എന്നെ നിന്ന് ഉപേക്ഷിച്ച് പോയതാണ്. ഇപ്പോൾ ജീവനുണ്ടെന്ന് കർത്താവിൻ്റെ സന്ദേശത്തെ കിട്ടി. യേശുവേ സ്തോത്രം. വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ്. അതിങ്ങനെയാണ്, ആകയാൽ 1 മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റുകയല്ലേ? ഞാൻ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിവ് കിട്ടി. പേഴ്സണൽ പ്രയറിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കമ്മ്യൂണിറ്റി പ്രയർ പോരെന്നും 1 മണിക്കൂർ. ഇത് ഗത്സമൻ പൂങ്കാവനത്തിൽ വെച്ച് ഈശോ പറഞ്ഞ വചനമാണ്. ഈശോ തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേ
തൻ്റെ കുരിശുമരണത്തിന് ഒരുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. എങ്ങോട്ടാ പോയത്? ഗെത്സമൻ പൂങ്കാവനത്തിലേക്ക്. 3 ശിഷ്യന്മാരെ അവിടം വരെ കൊണ്ടുപോയി. അവരെ ഒരു സ്ഥലത്ത് ആക്കിയിട്ട് ഒരു കല്ലേറ് ദൂരം പോയെന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് മാറി ഈശോ മുട്ടുകൊത്തി നിന്ന് പിതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം പിറ്റേ ദിവസത്തെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം ഈശോയുടെ കൺമുമ്പിലേക്ക് കാണാൻ പിതാവ് അവസരം കൊടുത്തു. സഹിക്കവയ്യാത്ത വേദന, ശരീരം മുഴുവൻ രക്തം വിയർക്കാൻ തുടങ്ങി. അപ്പോൾ ആശ്വാസം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കൂടെ കൊണ്ടുവന്നവര് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഈശോ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ആകയാൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? അവർക്ക് വലിയ നാണംകേടായിപ്പോയി. സോറി എന്നൊക്കെ അവർ പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയി. എന്നിട്ട് അവരോട് വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിക്കും കേട്ട് ഈശോ വീണ്ടും കുറെ ദൂരെ പോയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അവർ ഉറക്കം തുടങ്ങി. ഏതായാലും ആ ചോദ്യം അവരോട് ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചു, ആകയാൽ 1 മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയില്ലേ? ഇത് പ്രായപൂർത്തിയായ എല്ലാവരോടുമുള്ള കർത്താവിൻ്റെ ചോദ്യമാണ്. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് റിജി, മോൻ്റെ പേര് അശ്വിൻ, മോൻ അഫിൻ. ഞങ്ങൾ 3 പേരും കൂടെ ഞായറാഴ്ച ഇവിടെ ധ്യാനം കൂടാൻ വന്നതാണ്. ധ്യാനം കൂടിയതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിന് വലിയ സന്തോഷമുണ്ട്. ഏശയ്യാ പ്രവാചന പുസ്തകം എടുക്കുക, 65-ാം അധ്യായം 24-ാം വചനം. വിളിക്കും മുൻപേ ഞാനത് കേൾക്കും, പ്രാർത്ഥിച്ചു തീരും മുൻപേ നിനക്ക് ഉത്തരം ലഭിക്കും. കർത്താവ് പറയുകയാണ്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ആകുലതയിലും ദുഃഖത്തിലും വേദനയിലും കഴിക്കരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുക, വിളിക്കും മുൻപേ ഞാൻ നിങ്ങളുടെ എല്ലാ നിലവിളികളും കേൾക്കുന്ന ദൈവമാ. പ്രാർത്ഥിച്ച് തീരും മുൻപേ അതിനെല്ലാം ഉത്തരം ഞാൻ നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ട് നാം എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. ആകുലതയാണ് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു തിന്മ. ഈ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആകുലപ്പെടുന്നു. കാരണം എന്താ? എന്നെ പൂർണ്ണമായും അറിയുന്ന ഒരു കർത്താവുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആകുലപ്പെടില്ല, ദുഃഖത്തിന് അടിമപ്പെടില്ല. പ്രാർത്ഥിച്ച് തീരുന്നതിന് മുൻപേ എനിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ നൂറിനാട് പടനിലത്തിൽ നിന്ന് വരുന്നു. ഇവിടെ വന്ന് ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പം എനിക്ക് രോഗസൗഖ്യം കിട്ടി. എനിക്ക് 9ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ്സിൽ പറ്റിയൊരു ഒരു ലിഗമെന്റ് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതെനിക്ക് മാറുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് തവണ വീഴുകയും പിന്നെ എനിക്ക് പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റുകയൊക്കെ ആയി. അങ്ങനെ എൻ്റെ ആ മുട്ടിൻ്റെ മസിൽസ് എല്ലാം ലൂസായിട്ട് മുട്ടിൻ്റെ വണ്ണം, ആ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ അവിടുത്തെ വണ്ണം കുറഞ്ഞ് ശോഷിച്ചു വരികയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മസിൽസ് തിരിച്ചു കിട്ടിയെങ്കിലും എനിക്ക് നടക്കാവുന്നല്ലാതെ മുട്ട് മടക്കാനോ മുട്ടുകുത്താനോ ഓടാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസത്തെ ഇവിടുത്തെ ധ്യാനത്തിൻ്റെ സമയത്ത് എനിക്ക് രോഗസൗഖ്യം കിട്ടി. എനിക്കിപ്പം നടക്കാനും ഓടാനും മുട്ട് മടക്കി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. വചനത്തിന് മുന്നിലിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ അത്ഭുതങ്ങൾ സംഭവിക്കും. വചനത്തിന് മുന്നിലിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരാഴ്ചക്കാലം നമ്മളിവിടെ വചനം കേൾക്കുമ്പോൾ, നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു, ഒരുപാട് രോഗശാന്തികൾ സംഭവിക്കുന്നു, ഒരുപാട് മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? സ്നേഹമുള്ളവരെ, ഈ വചനത്തിന് ജീവനുണ്ട്. വചനത്തിന് ജീവനുണ്ട്.
ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാ, അസ്ഥിയിലും മജ്ജയിലും തുളച്ചു കയറുന്നതാ. ഈ വചനത്തിന് ജീവനുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. ആ വചനത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. എൻ്റെ പേര് വിൻസി ജെയിംസ്. കോതമംഗലത്തിനടുത്തുള്ള നെല്ലിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. ഈ ധ്യാനം പങ്കെടുക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇതൊരു നല്ല അനുഭവമാണ്. ഞാൻ ഇപ്പം വർഷങ്ങളോളമായി ഡിവൈനിൽ, എനിക്ക് തോന്നുന്നു ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ഒരു നല്ല ദൈവാനുഭവത്തിലേക്ക് വളരുവാനും ഈ ധ്യാനം സഹായിക്കുന്നു. ഇന്നലെ കുമ്പസാരവും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകളെല്ലാം കൂടിയതിനു ശേഷം നമുക്കൊരു വല്ലാത്തൊരു ലൈറ്റ് ഫീലിംഗ് ആണ്. എല്ലാവർക്കും ഇതൊരു ദൈവാനുഭവത്തിൻ്റെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിയുമെങ്കിൽ മറ്റുള്ളവർ കൂടി ഇതിലെ വന്ന് പങ്കുചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ട് ഞാൻ ശ്രമിക്കുന്നതുമായിരിക്കും. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ലാസർ മരിച്ചു. ഈശോ വല്ലപ്പോഴൊക്കെ ആ കൂട്ടുകാരുടെ വീട്ടിൽ, ആ കൂട്ടുകാരനെ വളരെ ഇഷ്ടമാണ്, അവരുടെ വീട്ടിലൊക്കെ പോവും, ഭക്ഷണമൊക്കെ കഴിക്കും. വളരെ ക്ലോസായ ഒരു കുടുംബം. അയാൾ മരിച്ചു. ഈശോയ്ക്ക് അവിടെ എത്താൻ പറ്റിയില്ല. 3 ദിവസം കഴിഞ്ഞു. അപ്പൊ 2 അനിയത്തിമാരാണ്, സഹോദരിമാരാണ്. അതിലൊരു സഹോദരി പറഞ്ഞു, ഇപ്പൊ വന്നിട്ട് എന്താ കാര്യം, ടു ലേറ്റ്, വൈകിപ്പോയി. അപ്പൊ ഈശോ ദൈവപുത്രനായതുകൊണ്ട് പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നിട്ട് ഈശോ ഈ കല്ലറയുടെ, നമ്മുടെ ഇവിടുത്തെ കല്ലറ പോലെയല്ല, ഇങ്ങനെ കല്ല് ഇങ്ങനെ വയ്ക്കുകയാണ്. ആ കല്ലറയുടെ മുന്നിൽ നിന്ന് കല്ല് മാറ്റിയിട്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ 380 കുട്ടികൾ, 382 കുഞ്ഞുങ്ങള് വിവാഹിതരാകാൻ പോവുക ഒരാഴ്ചക്കുള്ളിൽ. എന്തറിയാം എന്താണ് ദാമ്പത്യം, ദാമ്പത്യ ധർമ്മം എങ്ങനെ നിർവഹിക്കണം, എങ്ങനെ ദാമ്പത്യ ജീവിതം നയിക്കണം, എങ്ങനെ മക്കളെ ജനിപ്പിക്കണം, എങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെ സമൂഹത്തിലായിരിക്കണം, എങ്ങനെ കുടുംബം നയിക്കണം, ഇതെല്ലാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിക്ക്, ദൈവത്തിന്റെ മക്കൾക്ക് അറിവ് കിട്ടാൻ, അവര് മരിച്ച് സ്വർഗത്തിൽ തിരികെ എത്തുന്നതിന് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ലിഖിതത്തിൽ ഇതെല്ലാം ഉണ്ട്. എൻ്റെ പേര് ജയ്മോൾ പൗലോസ്. ഞാൻ നായത്തോട് നിന്നാണ് വരുന്നത്. ഞാൻ ധ്യാനം കൂടാനായിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ ഈ ധ്യാന ഹോളിൻ്റെ ഇവിടെ ഇറങ്ങിയ നിമിഷം തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു. മാനസികമായിട്ട് ചെറിയ സങ്കടങ്ങളോടെയായിരുന്നു ഞാൻ ഈ വേദിയിലേക്ക് വന്നതും. ആദ്യത്തെ 2 ദിവസം എനിക്ക് ധ്യാനത്തിന് ഇരുന്നിട്ട് ഒട്ടും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ഇന്നത്തെ അച്ഛൻ്റെ ആന്തരിക സൗഖ്യ ധ്യാനങ്ങളെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ കുറേ നാളുകൾ മുമ്പ് ധ്യാനം കൂടേണ്ടതായിരുന്നു എന്നും ഈ ധ്യാനത്തിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം ലഭിച്ചു. ശരിക്കും എൻ്റെ കുടുംബത്തിനെയും ഹസ്ബൻഡിനെയും കുട്ടികളെയും എല്ലാം കൂട്ടി അടുത്ത ആഴ്ച കൂടെ ഞാൻ ധ്യാനത്തിന് വരാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് നല്ല അനുഭവവും സന്തോഷവും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മനസ്സമാധാനവും എനിക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടി. മാതാവേ നിൻ മാധ്യസ്ഥം തേടുന്നു മക്കൾ നിൻ സന്നിധി, പ്രാർത്ഥിക്കണേ നിത്യവും നീ, ഈശോയിൽ ഞങ്ങളെ ചേർക്കണേ. മാതാവേ നിൻ മാധ്യസ്ഥം തേടുന്നു ഞങ്ങൾ നിൻ സന്നിധി, പ്രാർത്ഥിക്കണേ നിത്യവും നീ, ഈശോയിൽ ഞങ്ങളെ ചേർക്കണേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ പറയുന്ന വചനം നമ്മൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ 14:23. യേശു പ്രതിവചിച്ചു,
എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സിസ്റ്റർ ജൂലിയറ്റ് ജോസഫ്. ആലപ്പുഴ വിസിറ്റേഴ്സ് സഭയിലെ അംഗമാണ്. ഞാനിപ്പോൾ പുനലൂർ ഡയസിസിലെ കൊഴുവലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുൻപ് 3-4 പ്രാവശ്യത്തോളം ഇവിടെ വന്നിട്ട് 5-ാമത്തെ പ്രാവശ്യമാണ്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇവിടെ തിക്കും തിരക്കുവാണെന്നുള്ളൊരു വിചാരമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അടുത്തുള്ളൊരു വീട്ടുകാർ ഇവിടെ വരുന്ന കൂട്ടത്തിൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. പനക്കലച്ചൻ പണ്ട് വചനം പറഞ്ഞിരുന്നു, ഇപ്പോഴും വചനം പറയുന്നുവെങ്കിലും കൂടുതൽ സ്വാധീനം ജനഹൃദയങ്ങളിലേക്ക് വരും. അതൊരു വലിയ ഒരു സന്തോഷം. എനിക്കും എൻ്റെതായ വ്യക്തിപര ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അനുഭവപ്പെട്ടു ഈ ധ്യാനത്തിൽ. ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പം പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പ്രദാനം ചെയ്യുന്നു. എളിയവരാരാ? 1 കൊറിന്തോസ് 4:7 പറയും അഹങ്കാരമുള്ളവരാരാന്ന്. എന്താണ്? അല്ലയോ മനുഷ്യ, എല്ലാം ദാനമായി ലഭിച്ചിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നതെന്ന് 1 കൊറിന്തോസ് 4:7 ചോദിക്കും. അപ്പൊ അഹങ്കാരി ആരാ? എല്ലാം എൻ്റേതാണ്, 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 ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കാത്ത ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും എന്നെ കുമ്പിട്ടോണം എന്ന് പറയുന്ന ആളുകളാണ് അഹങ്കാരി. എങ്കിൽ എളിമയുള്ളവരാരാ? എല്ലാം ദൈവം തന്നതാണ്, ദൈവം തന്നതാണ്. എൻ്റെ ബുദ്ധി, കഴിവ്, എൻ്റെ വീട്, എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റു പറയുന്നവനാണ് എളിമയുള്ളവൻ. എൻ്റെ പേര് അനിൽ ജേക്കബ്. വൈഫും ഷൈനിങ് കൂടെയുണ്ട്. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വരികയാണ്. ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റൊക്കെ ഇവിടെ വന്നിരുന്നത്, ധ്യാനം ബുക്ക് ചെയ്ത് തന്നെ വന്നതാണ്. വന്നതിന് ശേഷം ഒരു വലിയ ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സുകൾ ഒരു വലിയ അനുഭവമായിരുന്നു. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പനക്കലച്ചൻ പറഞ്ഞത്, ജോർജ് പനക്കലച്ചൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതൊരു വലിയ ആന്തരിക സൗഖ്യ മുറിവുണക്കാനായിട്ട് സഹായിച്ചു എന്ന് എല്ലാവർക്കും അത് വലിയ അനുഭവമാണ് ഉണ്ടായെന്ന് ഉദ്ദേശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് കാവ്യ. ഞാൻ മുണ്ടൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ധ്യാനം കൂടി ഇപ്പോൾ ഭയങ്കര സമാധാനം, ദൈവം എൻ്റെ മേത്ത് കരുണ വർഷിച്ചു വരും. നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ചേർന്ന് പാടിക്കേ. ഈ ദിവസങ്ങളൊരു നല്ലൊരു കഥ വായിച്ചു. അത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ടൂറിന് പോയ ഒരു ഗ്രൂപ്പിന്റെ കഥയാണ്. അപ്പോൾ അങ്ങനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ടൂറിന് പോകുന്ന ഒരു ടൂറിസ്റ്റ് സംഘം അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ തൻ്റെ അയൽവക്കക്കാരനെ കണ്ടു. ആ അയൽവക്കക്കാരൻ മഹാ തെമ്മാടിയായി ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അയാൾ പല പാതകങ്ങളും ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ. അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹത്തിന് നരകത്തിൽ നിന്ന് വന്നവന് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തിയത്? നീ എന്നേക്കാൾ വലിയ പ്രശ്നക്കാരനായിട്ട് ജീവിച്ച വ്യക്തിയാണല്ലോ, പിന്നെ എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? അപ്പോൾ പറഞ്ഞു, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഇവിടെ എത്തിയതാണ്. അയാൾക്കത് ഉൾക്കൊള്ളാനായില്ല. കാരണം എത്രയേറെ നന്നായിട്ട് ജീവിച്ചിട്ട് ഞാൻ നരകത്തിലെത്തി, നീ സ്വർഗത്തിലും എത്തി. ഇത് എന്ത് ന്യായമാണ്? ഇത് ദൈവത്തിന് യാതൊരു തരത്തിലുള്ള നീതിയുമില്ല. ദൈവം നീതി നടത്തി തരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ക്ഷുഭിതനാകുമ്പോൾ ഈ സ്വർഗത്തിലെത്തിയ മനുഷ്യൻ പറഞ്ഞു, നീതി നടപ്പിലാക്കുകയായിരുന്നെങ്കിൽ ഞാനും ഇവിടെ എത്തുകയുമായിരുന്നില്ല. ഞാൻ ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് ആശ്രയിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൗഖ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കുക. ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്.
ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന എല്ലാവരുടെയും ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് ലഭിച്ച വിശ്വാസം കൈമാറുക എന്നത്. വിശ്വാസത്തിൻ്റെ ഈ കൈമാറ്റം നമ്മുടെ കുടുംബത്തിലാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. കുടുംബം ഒരു ഗാർഹിക സഭയാണ്. അങ്ങനെ നമുക്ക് ലഭിച്ച ഈ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ അടുത്ത തലമുറയിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ. എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് തീരുമാനമെടുക്കാം. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുവാൻ വേണ്ടി സുഭാഷിതം 16:7 ഞാൻ നൽകുകയാണ്. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു.